പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. പുള്ളി എന്തിനാ വന്നതെന്ന് നമുക്കും അറിയത്തില്ല, എന്ത് ലഹരിയാണെന്നും നമുക്കറിയത്തില്ല. എന്തായാലും മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്ന കാര്യം മദ്യക്കുപ്പി പോലീസ് എടുത്തല്ലോ. അപ്പോൾ മദ്യമുണ്ട്, അതിൻ്റെ കൂടെ ഇനി മറ്റു ലഹരികളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ലഹരിയിലാണ് ആളിവിടെ എത്തിയത്. റോഡിലൂടെ നടന്നു പോയ യുവാവ് യാതൊരു പ്രകോപനവും കൂടാതെ പെട്രോൾ പമ്പിലേക്ക് കയറി പമ്പിന്റെ ഓഫീസ് ചില്ലുകൾ അടിച്ചു തകർത്തു. പത്തനംതിട്ട തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. തിരുവല്ല കല്ലിശ്ശേരി സ്വദേശിയായിട്ടുള്ള അലനാണ് ഇത്തരത്തിലൊരു അതിക്രമം കാട്ടിയത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ പമ്പുടമ തിരുവല്ല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഒരു 8:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വഴിയെ പോയ ഒരാളാണ്, മദ്യലഹരിയിലായിരുന്നു എന്ന് തോന്നുന്നു, നമ്മുടെ പമ്പിലേക്ക് കയറി വന്നിട്ട് ആംബുലൻസിന് നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ഏകദേശം 3 ബാഗുകളുണ്ടായിരുന്നു. അപ്പം അത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ഇത് കഴിഞ്ഞപ്പം അടിക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് നോസിൽ തിരിച്ച് വെക്കാൻ പറ്റാത്തതുകൊണ്ട് മെഷീൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തിരിച്ച് പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നോസിൽ വെക്കാനായിട്ട് സ്റ്റാഫിന് കഴിയാന്നിട്ട് ബാഗ് മാറ്റി വെക്കാൻ പറഞ്ഞു. ബാഗ് മാറ്റി വെക്കാൻ പറഞ്ഞ ഉടനെ പുള്ളി അതിൽ അങ്ങ് പെട്ടെന്നങ്ങ് പ്രകോപിതനായിട്ട് അങ്ങ് ദേഷ്യപ്പെടുക. അപ്പം സ്റ്റാഫ് പ്രത്യേകിച്ച് ഒന്നും പുള്ളിയോട് പിന്നീട് പറഞ്ഞില്ല. നമ്മുടെ മാനേജർ ഉണ്ടായിരുന്നു, മാനേജരോട് എന്ന് പറഞ്ഞു. മാനേജരും വളരെ സൗമ്യനായിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി മാറ്റത്തില്ല. ഇയാൾ ഇന്ധനം അടിക്കാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ടല്ല പമ്പിലേക്ക് വന്നത്, റോഡിലൂടെ നടന്നു പോയ ആള് വെറുതെ പമ്പിലേക്ക് കയറി വരുമായിരുന്നു. അതാണ് നമ്മൾ പുള്ളിയുടെ കയ്യിൽ വാഹനമോ ഇവിടെ പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. പുള്ളി എന്തിനാ വന്നതെന്ന് നമുക്കും അറിയത്തില്ല. അപ്പോൾ ഈ മിഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് അല്പം ഇങ്ങോട്ട് മാറി ഈ വാഹനങ്ങൾ കയറി ഇറങ്ങുന്നിടത്ത് കൊണ്ടുവന്ന് ഈ ബാഗ് വെച്ച് പുള്ളി അവിടെ നിന്ന് ഈ വണ്ടികൾക്ക് കയറി ഇറങ്ങാൻ പറ്റാതെ മാർഗതടസ്സം സൃഷ്ടിച്ചിരിക്കുക. അപ്പം നമ്മുടെ മാനേജർ ആ ബാഗ് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് പുള്ളി ഇങ്ങ് കയറിപ്പോന്നു. ഇത്രയും ഉണ്ടായി. അവിടെ വേറെ സംഭവങ്ങളൊന്നും പുള്ളി അങ്ങ് അസഭ്യം ആരെയോ വിളിക്കുക, നമുക്കറിയത്തില്ല, നമ്മളെ ഒന്നും ആണെന്നും അറിയത്തില്ല. പുള്ളി അങ്ങ് വിളിക്കുക, ആരോണ്ടോട് വാ പോ എന്നൊക്കെ പറയുക. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുള്ളി നമ്മുടെ ഗ്ലാസ് മെയിൻ ബിൽഡിങ്ങിൻ്റെ ഓഫീസിനകത്തേക്ക് കയറുന്ന മെയിൻ ഗ്ലാസ് കൈകൊണ്ട് ഇടിച്ചങ്ങ് പൊട്ടിച്ചു. അത് പുള്ളി കൈകൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് കഴിയുന്നതുകൊണ്ട് ഈ കൈയുടെ ഇവിടെ വലിയ മുറിവുണ്ടായിട്ടുണ്ട്. ചോര ഇങ്ങനെ ചീറ്റുക. അപ്പോൾ വെയിൻ കട്ടായിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടുവരുന്നതൊക്കെ പ്രതീക്ഷിക്കുന്ന ഉടൻ തന്നെ നമ്മൾ തിരുവല്ല പോലീസിൽ അറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ 2 പോലീസ് വണ്ടി 2 വന്നു. വണ്ടി ഇപ്പോൾ ഇവൻ്റെ ദേഹത്തുനിന്ന് ചാടുന്ന ഈ ബ്ലഡ് ആർട്ടെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഉടൻ തന്നെ ആംബുലൻസ് പോലീസ് തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്തു. ആംബുലൻസ് വന്നു കഴിഞ്ഞു ഇവനെ കയറ്റാനുള്ള. ഇതിനിടയ്ക്ക് ഇവൻ്റെ പുറകിൽ നിന്ന് ഉപയോഗിച്ച ഒരു മദ്യക്കുപ്പി, പാതിയുള്ള ഒരു മദ്യക്കുപ്പി പോലീസ് തന്നെ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഇവനെ ആംബുലൻസെ കയറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് പമ്പിൽ വരേണ്ട യാതൊരു ആവശ്യവുമില്ല, ഇന്ധനം നിറയ്ക്കാൻ വന്നതല്ല, പമ്പിൽ കയറേണ്ട യാതൊരു ആവശ്യം പോലും ഉള്ള ആളല്ല. ഇവിടെ പമ്പിലേക്ക് പുള്ളി ഒരാവശ്യമില്ലാതെ വന്നത്. എന്തിനാ വന്നതെന്ന് പുള്ളിക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. പുള്ളി എന്ത് ലഹരിയാണെന്നും നമുക്കറിയത്തില്ല. എന്തായാലും മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്ന കാര്യം മദ്യക്കുപ്പി പോലീസ് എടുത്തല്ലോ. അപ്പോൾ മദ്യമുണ്ട്, അതിൻ്റെ കൂടെ ഇനി മറ്റു ലഹരികളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ലഹരിയിലാണ് ആളിവിടെ എത്തിയത്, അത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഒരു പ്രകോപനവും ഇല്ലാതെ പമ്പിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടി. ഇവിടെ പമ്പിലെല്ലാം CCTV കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ. ഒരു പ്രകോപനവും ആരുമായിട്ടും പുള്ളി ഉണ്ടാക്കിയിട്ടില്ല, പുള്ളിയോടും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് സംഭവിച്ചത്. നമ്മളിതിൽ പരാതി നൽകിയിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പിറ്റേ ദിവസം നമ്മുടെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ SHOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ തിരുവല്ല നഗരത്തിൻ്റെ മധ്യത്തിൽ ഉള്ളൊരു സ്ഥാപനമായി പെട്രോൾ പമ്പ് ആയതുകൊണ്ട് തന്നെയല്ല, ഈ തിരുവല്ല ടൗണിൽ ചില ബാറുകളൊക്കെ ഉണ്ടല്ലോ. ഇവിടുന്ന് മദ്യപിച്ചിട്ട് വരുന്ന, ഇതിനു മുമ്പും 1-2 മദ്യപന്മാരെ ഇവിടെ വന്ന് ഇതുപോലെ അസഭ്യവിളിയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അക്രമം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ പോലീസിൻ്റെ പെട്രോളിങ് ഒന്നുകൂടെ ഊർജിതമാക്കുന്നത് തിരുവല്ല ടൗണിലും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഉള്ളിടത്ത് ഒന്നുകൂടെ ഊർജിതമാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് സന്ധ്യ മുതൽ ഒരു 7:30 മുതൽ ഒരു 10 മണി വരെയുള്ള സമയത്ത്.
യാതൊരു പ്രകോപനവും കൂടാതെയാണ് ഇയാൾ ഇത്തരത്തിലൊരു അതിക്രമം കാട്ടിയത്. ഈ പ്രതി മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് സംശയിക്കുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ പമ്പുടമ തിരുവല്ല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.